നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഹുലിൻ ആൽവാരസ് ഒരു കംപ്ലീറ്റ് പ്ലെയറാണ്. അവൻ ബാഴ്സലോണയിലേക്ക് എത്തുകയാണെങ്കിൽ പെർഫെക്റ്റ് ഫിറ്റ് ആയിരിക്കും. പറയുന്ന ആരെന്നറിയും? അതെ, നമ്മുടെ കുൻ അഗ്യൂറോ. നേരത്തെ ബാഴ്സയ്ക്ക് വേണ്ടിയും കുറച്ച് നാൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. സിറ്റിയിൽ നിന്ന് പിന്നെ അദ്ദേഹം ബാഴ്സയിലേക്ക് പോവുകയായിരുന്നല്ലോ. പക്ഷേ അവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് പരിക്ക് പറ്റി കളി നിർത്തേണ്ടി വന്നത്. അങ്ങനെ നമ്മുടെ പറയുന്നു ബാഴ്സലോണയിലേക്കുള്ള ഹുലിൻ ആൽവാരസിൻ്റെ നീക്കത്തെ പറ്റി. തീർച്ചയായിട്ടും അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക എന്നുള്ളത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ബുദ്ധിമുട്ടാണ്. പക്ഷേ ബാഴ്സലോണ അദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഹി ഫിറ്റ്സ് പെർഫെക്റ്റ്ലി, ഒരു സംശയവും വേണ്ട. അവൻ ബാഴ്സ കളിക്കുന്ന തരത്തിലുള്ള ഫുട്ബോളിന് വളരെയധികം ഇഷ്ടപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഫുട്ബോളിൽ മറ്റ് പല സ്ട്രൈക്കർമാർക്കും അത്ര ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങൾ, അതായത് ഡിഫെൻസീവ്ലി ഡെഡിക്കേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക, അതുകൂടി അവൻ ചെയ്യുന്നുണ്ട്. സോ ഹൂലിയൻ ഒരു കംപ്ലീറ്റ് പ്ലെയറാണ് എന്ന് തന്നെ അഗ്യൂറോ പറയുന്നു. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഹൂലിയൻ എന്ന് പറഞ്ഞാൽ ഏത് ടീമും ഇപ്പോൾ സൈൻ ചെയ്യുകയാണെങ്കിലും ബെസ്റ്റ് സൈനിങ് ആയിരിക്കും. ബാഴ്സലോണ സംബന്ധിച്ചിടത്തോളം ഒബ്വിയസ്ലി അവൻ മികച്ചൊരു അഡീഷൻ ആയിരിക്കും. പക്ഷെ അവരെങ്ങനെ ഇപ്പോൾ ഫൈനാൻഷ്യലി മറ്റുമൊക്കെ ഫീൽ ചെയ്യുന്ന അനുസരിച്ചായിരിക്കും ആ നീക്കം നടക്കുക. സോ പ്ലെയർ സൈഡ്, ക്ലബ് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ അവൻ പെർഫെക്റ്റ് ആണ്. ഇഫ് തിങ്സ് ഗോ വെൽ ഹി വിൽ ബി എ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻസ് ലീഗ് വൺ ഡേ എന്നുകൂടി ഇപ്പോൾ അഗ്യൂറോ പറയുന്നുണ്ട്. ഏതായാലും പറയുന്ന ഈ ഒരു അഭിപ്രായം തന്നെ ആയിരിക്കും മിക്ക ബാഴ്സ ആരാധകർക്കും അർജന്റീന ആരാധകർക്കും ഒക്കെ ഉണ്ടാവുക. ബാഴ്സ ഒരു പക്ഷേ ലെവൻഡോസ്കിയെ ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഒഴിവാക്കുകയാണെങ്കിൽ പകരം ഹുലിൻ ആൽവാരസ് വരുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പക്ഷേ വലിയ തുകയാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ചോദിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.